ടർക്കിഷ് തർക്കം സിനിമാ വിവാദത്തിൽ നിർമ്മാതാവിനെയും സംവിധായകനെയും തള്ളി നായിക ആമിന നിജം. സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും നിർദ്ദേശപ്രകാരമാണ് വാർത്താ സമ്മേളനത്തിൽ വന്നത്. തനിക്കെതിരെ ഭീഷണി ഉണ്ടായിട്ടില്ല, സിനിമയ്ക്ക് ഭീഷണിയുള്ളതായും തനിക്ക് അറിയില്ല. വിവാദങ്ങളെക്കുറിച്ച് സംവിധായകനോ നിർമ്മാതാവിനോ വ്യക്തത നൽകിയിട്ടില്ല എന്നും ആമിന മീഡിയ വണിനോട് പറഞ്ഞു. ടർക്കിഷ് തർക്കം സിനിമയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സംവിധായകന്റെയും നിർമ്മാതാവിന്റെയും ആരോപണങ്ങളെ തള്ളി നടന്മാരായ സണ്ണി വെയിനും ഒപ്പം ലുക്മാനും ഒക്കെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ നമ്മോടൊപ്പം സിനിമയിലെ നായിക ആമിന ചേരുകയാണ്. ആമിന, കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള ഒരു കാരണവും ആ ഒരു പ്രസ് മീറ്റിൽ എന്തുകൊണ്ടാണ് പോയത്? എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ പടം നല്ല രീതിയിലാണ് ഓടിക്കൊണ്ടിരുന്നത്, നല്ല റിവ്യൂസാണ് കേട്ടുകൊണ്ടിരുന്നത്. ആകെ ഒരു തൃപ്പൂണിത്തറ നമ്മളൊരു തിയേറ്റർ വിസിറ്റിന് പോയപ്പോൾ ഒരാൾ കുറച്ച് ഒരു ഇതായിട്ട് സംസാരിച്ചു. അപ്പോൾ അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലായിരുന്നു, ഭയങ്കര ഷോക്കിംഗ്. അപ്പോൾ അതെനിക്ക് കുറച്ച് ഷോക്കിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ആ പുള്ളി പോയി കഴിഞ്ഞ ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞു, അവന് കൂളായിക്കോ, കുഴപ്പമില്ല, അത് ചിലപ്പോൾ ചില ആൾക്കാർ നല്ല രീതിയിലല്ലായിരിക്കും അത് പടം എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അതങ്ങ് വിട്ടു. അത് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസമാണ് ഞാൻ മൊത്തം രാവിലെ എണീക്കുമ്പോൾ എനിക്ക് ഫുൾ ന്യൂസ് ഇങ്ങനെ മതത്തിനെ വ്രണപ്പെടുത്തി പിൻവലിച്ചു, ടർക്കിഷ് തർക്കം എന്നൊക്കെ. അപ്പോഴാണ് എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ വിളിച്ച് പറയുന്നത് ദാറ്റ് നമ്മുടെ പടത്തിന് ഇങ്ങനെ, നമ്മുടെ പടത്തിലും അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല, എന്നാൽ പോലും ഇങ്ങനെ ഡീഗ്രഡേഷൻ പടം കണ്ടിട്ടില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങനെ പറയുന്നുണ്ട്, അത് നമ്മുടെ പടത്തിനെ ബാധിക്കും, നമ്മളൊരു പ്രസ് മീറ്റ് നടത്തണം, എന്നിട്ട് നമുക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കണം ഇതിൻ്റെ കാര്യം എന്ന്. ആമിനയ്ക്ക് ഒരു തരത്തിലുള്ള അറിവും ഉണ്ടായില്ല, ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി ഉണ്ടായതായി? ആമിനയ്ക്ക് യാതൊരു തരത്തിലുള്ള അറിവോ ആമിനയ്ക്കൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല? എനിക്കൊരു ഭീഷണിയും ഉണ്ടായിട്ടില്ല. എനിക്ക് ആകെ ആ തിയേറ്റർ വിസിറ്റിൽ ഉണ്ടായ ആ ഒരു സംഭവം മാത്രം, അത് ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ബാഡ് അടിച്ചു. എല്ലാവർക്കും പടം ഇഷ്ടമാവുകയാണ് ചെയ്തത്. ഒരാൾ ഇങ്ങനെ ഇതായതിപ്പോൾ ഞാൻ അത് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ തലയിൽ പോയത് ഇപ്പോൾ ഞാനിങ്ങനെ ന്യൂസ് കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഓക്കെ, 1-2 ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുക, അതായിരിക്കും ഒരു മെജോറിറ്റിയിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഇതിൽ കൂടുതൽ എനിക്ക് ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. പിന്നെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തുനിന്ന് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്, സോ നമ്മുടെ പടം എന്നുള്ള രീതി നമ്മളത് ക്ലാരിഫൈ ചെയ്യണം, നമ്മുടെ പടത്തിൽ അങ്ങനെ ഒരു കണ്ടന്റും ഇല്ല എന്നുള്ളത്. അപ്പോൾ പൂർണ്ണമായിട്ടും പ്രൊഡ്യൂസറിനെയും അതുപോലെ സംവിധായകനെയും വിശ്വസിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രസമ്മേളനത്തിലടക്കം വന്നിരുന്നത്, അല്ലെങ്കിൽ താങ്കൾക്ക് അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല? ഇപ്പോൾ പത്രസമ്മേളനത്തിലേക്ക് വരുമ്പോഴാണെങ്കിൽ കൂടിയും ഇന്നലെ അതിലിരുന്നപ്പോൾ അതിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു എനിക്ക് ആകെ അറിയുന്നത്, അതിൽ കൂടുതലുള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. ഞാനിതിലൊരു അഭിനേതാവ് മാത്രമാണ്, ഒരു ആക്ടർ മാത്രമാണ്. ഇതിൽ കൂടുതൽ അവരെൻ്റെ അടുത്ത് പറയുന്ന കാര്യങ്ങളല്ലാതെ ഉള്ള കാര്യങ്ങൾ എനിക്കറിയത്തില്ല. അപ്പം നമ്മുടെ പടത്തിന് ഒരു ഡീഗ്രഡേഷൻ സംഭവിക്കുന്നു എന്ന് എൻ്റെ അടുത്ത് പറയുമ്പോഴും ന്യൂസിൽ ഞാനത് കാണുമ്പോഴും ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് എന്താണ് പിൻവലിച്ചത് എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴും ഞാൻ ആ ഒരു കൺസേണിലാണ് ഇവരെൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രസ് മീറ്റിൽ ഞാൻ ഇരുന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ എന്താണ് സത്യം, എന്താണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ വരുന്നത്, നമ്മൾ മതത്തിന് യൂസ് ചെയ്ത് എന്തോ ഒരു മോശമായിട്ടുള്ള രീതിയിൽ പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. ബിക്കോസ് ഞാൻ അങ്ങനെ ഒരു അറിവിലും അല്ല, എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. പടത്തിന് ഡീഗ്രഡേഷൻ ഉണ്ടാവുന്നു, അത് ക്ലാരിഫൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നിട്ടുള്ളത്. അല്ലാതെ അവിടെ കൊടുത്തിരുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതുപോലെ ഭീഷണി ഉണ്ടായിരുന്നു ഡയറക്ടറിനും പ്രൊഡ്യൂസറിനും ഉണ്ട്, അങ്ങനെ ഒന്നും ഒരു കാര്യവും എനിക്കറിയത്തില്ല. ആ പ്രസ് മീറ്റ് നടക്കുമ്പോഴാണ് ഒരു ചോദ്യം വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് സ്റ്റേറ്റ്മെൻറ്റിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഐ എം നോട്ട് അവെയർ ഓഫ് എനി ഓഫ് ദാറ്റ്. താങ്കൾ ഇതിലൊരു നായികയാണ്, അപ്പോൾ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശങ്ങൾ വരുന്നുണ്ട് എന്ന സംവിധായകനും നിർമ്മാതാവും അടക്കം പറയുമ്പോൾ അത് ഏത് തരത്തിലാണ് എന്ന് ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ചോദിക്കാനുള്ളൊരു അവകാശവും താങ്കൾക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുകയോ ചെയ്തിരുന്നു? ഒന്നാമത് അതിനുള്ള ടൈമില്ലായിരുന്നു. നമ്മൾ ഇപ്പോൾ പടം റിലീസായിട്ട് 3-ാമത്തെ 4-ാമത്തെ ദിവസമാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുവരെ നമ്മൾ ആക്റ്റീവായിട്ട് തിയേറ്റർ വിസിറ്റ് കാര്യങ്ങളായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ആമിനയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അറിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് ആമിന പറയുന്നത്. അതോടൊപ്പം തന്നെ സണ്ണി വെയിനും ലുക്മാനും ഒക്കെ ഇത്തരത്തിൽ സംവിധായകരുടെ ആരോപണങ്ങൾക്കെതിരെ, സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ആരോപണങ്ങൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ക്യാമറ പേഴ്സൺ മനോജ് PL-നൊപ്പം ലിഡിയ ജേക്കബ്, മീഡിയ വൺ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്ന് നിതിൻ സേവർ ചേരുന്നുണ്ട്. നിതിൻ, ഇത് വളരെ ബോധപൂർവം സൃഷ്ടിച്ചെടുത്ത ഒരു വിവാദമാണെന്ന് കൂടുതൽ വ്യക്തമാവുകയാണോ ഈ നടിയുടെ വാക്കുകളിൽ നിന്നും? ഇതിന്റെ പിന്നിൽ ഈ നിർമ്മാതാവും സംവിധായകനും മാത്രമാണോ ഉള്ളത്?
തീർച്ചയായും രേഷ്മ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇത് ഇല്ലാത്തൊരു ആരോപണം ഉണ്ടെന്ന് കാട്ടി അത് മറയാക്കി സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ ലഭിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട് എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഈ പ്രസ് മീറ്റ് നടത്തിയപ്പോൾ വ്യക്തമായ ഉത്തരങ്ങൾ അന്ന് മാധ്യമപ്രവർത്തകരോട് നൽകാൻ, എന്തുകൊണ്ടാണ് ഈ സിനിമ പിൻവലിക്കുന്നത്, ആരാണ് ഭീഷണിപ്പെടുത്തിയത്, പോലീസിൽ പരാതി നൽകിയിരുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മറുപടി പറയാൻ അന്ന് ഈ നിർമ്മാതാവോ സംവിധായകനോ തയ്യാറായിരുന്നില്ല. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ഈ സിനിമയിലെ അഭിനേതാക്കൾ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ഇന്നലെ വൈകിട്ട് സണ്ണി വെയിനും ലുക്മാൻ അവറാൻ പോലുള്ള ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച 2 നായക കഥാപാത്രങ്ങളും ഈ ആരോപണങ്ങൾക്കെതിരെ തങ്ങൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല, തങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഭീഷണി വന്നിട്ടില്ല, സംവിധായകനും നിർമ്മാതാവും എന്തുകൊണ്ടാണ് സിനിമ പിൻവലിച്ചതെന്ന കാര്യത്തിൽ കൃത്യമായൊരു ഉത്തരം നൽകുന്നില്ലെന്നടക്കമുള്ള കാര്യങ്ങൾ അവർ ഫേസ്ബുക്കിലൂടെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നായിക കഥാപാത്രം കൂടി ഇപ്പോൾ നിർമ്മാതാവിനെയും സംവിധായകനെയും തള്ളി രംഗത്തെത്തുന്നത്. താൻ പ്രസ് മീറ്റിന് പോയത് അവർ വിളിച്ചതുകൊണ്ട് മാത്രമാണ്, എന്തുകൊണ്ടാണ് സിനിമ പിൻവലിക്കുന്നതെന്ന കാര്യത്തിൽ തനിക്കും ഇപ്പോഴും അറിയില്ലെന്നും ഇത് സംവിധായകനും നിർമ്മാതാവും പറഞ്ഞ കാര്യം മാത്രമേ തനിക്ക് അറിയുള്ളൂ എന്നാണ് നായിക കഥാപാത്രം ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇത് ഈ മതനിന്ദ മറയാക്കി സിനിമയ്ക്ക് കൂടുതൽ പ്രൊമോഷൻ നടത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു എന്നതിനാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ സിനിമ പിൻവലിക്കുകയാണെന്ന് കാണിച്ച് നിർമ്മാതാവ് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. ഈ കത്തിന് മറുപടിയായി എന്തുകൊണ്ടാണ് സിനിമ പിൻവലിക്കാനുണ്ടായ സാഹചര്യം അത് വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കത്ത് നിർമ്മാതാവിന് നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കൂടുതൽ അന്വേഷണം കഴിഞ്ഞ ദിവസം ലുക്മാൻ അവറാന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇതിന് പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്ന് കൃത്യമായി അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകളിലേക്ക് ഈ സിനിമാ സംഘടനകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോകുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഇല്ലാത്തൊരു ആരോപണം മറിയാക്കി ഈ സിനിമ പുറത്തു വന്ന ശേഷം ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അല്ലെങ്കിൽ തിയേറ്ററിലോ അല്ലെങ്കിൽ റിവ്യൂകളിലോ ഒന്നും തന്നെ ഇതൊരു മതനിന്ദ അല്ലെങ്കിൽ അങ്ങനെ ഒരു തലത്തിലേക്ക് ഒരു ചർച്ച പോയിട്ടില്ല. ആരും അങ്ങനെ ഒരു ആരോപണം പോലും ഉന്നയിച്ചിരുന്നില്ല. അപ്പോഴും ഇങ്ങനെ പ്രൊഡ്യൂസറും സംവിധായകനും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടെടുത്തതെന്നും ഇതിന് പിന്നിൽ മറ്റാരൊക്കെ ഉണ്ടെന്നും കൃത്യമായി അന്വേഷിക്കണമെന്ന് തന്നെയാണ് താരങ്ങളുടെ അടക്കം നിലപാട്. രേഷ്മ, അതായത് നിതിൻ, ഈ ലുക്മാൻ അടക്കമുള്ള താരങ്ങൾ ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു, ഇപ്പോൾ നടി പ്രതികരിക്കുന്നു. ഈ വിവാദങ്ങൾക്ക് ശേഷം ഇതിന്റെ സംവിധായകനോ നിർമ്മാതാവോ ഏതെങ്കിലും പ്രതികരണത്തിന് തയ്യാറായിട്ടില്ലേ? നമ്മൾ ഇന്നലെ വൈകിട്ട് മുതൽ അല്ലെങ്കിൽ അല്പസമയം മുൻപ് ഒക്കെ ഇതിന്റെ നിർമ്മാതാവ് നാദിറിനെയും സംവിധായകനെയും ഒക്കെ നമ്മൾ വിളിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇവരാരും തന്നെ ഫോൺ എടുക്കുന്നില്ല എന്നതാണ്. അതിനുശേഷം ഇവർ മാധ്യമങ്ങളോടൊന്നും തന്നെ പ്രതികരിക്കുന്നില്ല. ഈ വിവാദമായതിനു ശേഷം ഈ കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് നടത്തിയപ്പോൾ തന്നെ ഇവർക്ക് ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇല്ലായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ അവർ പല ഒഴികഴിവുകൾ പറഞ്ഞ് പോവുകയായിരുന്നു. പിന്നീട് ഈ വിവാദം ഇന്നലെ രാവിലെയാണ് ഈ വിവാദം കൂടുതൽ അല്ലെങ്കിൽ ഈ വാർത്ത കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. പ്രത്യേകിച്ച് ഇതിന്റെ മുൻ PRO ആയിരുന്ന പ്രജീഷ് ശേഖർ അടക്കം രംഗത്ത് വന്നതോടെയാണ് ഇങ്ങനെ ഒരു സിനിമയ്ക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല, അല്ലെങ്കിൽ താൻ കൃത്യമായ പ്രൊമോഷൻ പരിപാടികൾ ചെയ്യാത്തതുകൊണ്ടാണ് താൻ സിനിമയിൽ നിന്ന് മാറിയെന്നതെന്നും പിന്നീട് ഈ പ്രസ് മീറ്റിന്റെ തലേ ദിവസം തന്നെ നിർമ്മാതാവ് തന്നെ വിളിക്കുകയും നമ്മൾ റിലീസ് ചെയ്യാൻ പോവുകയാണെന്ന് തന്നോട് പറഞ്ഞുവെന്നും പ്രജീഷ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പക്ഷേ താൻ അതിനെ എതിർത്തു വന്നു. കൃത്യമായ പ്രൊമോഷൻ ചെയ്യാത്തത് കൊണ്ടാണ് സിനിമ തിയേറ്ററിൽ കൂടുതൽ നന്നായി ഓടാത്തത്. പക്ഷേ അത് ഒപ്പം തന്നെ ഈ വാർത്താക്കുറിപ്പിൽ തന്റെ പേര്, താൻ മുൻ PRO ആയിരുന്നു, പക്ഷേ അപ്പോഴും തന്റെ പേര് എന്തുകൊണ്ടാണ് വാർത്താക്കുറിപ്പിൽ വെച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ നിർമ്മാതാവ് മറുപടി നൽകിയില്ല എന്ന് പ്രജീഷ് ശേഖർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത നിർമ്മാതാവ് തന്നെയാണ് വരുത്തേണ്ടിയിരിക്കുന്നത്. രേഷ്മ.